ഈ ശ്രീരാമ മന്ത്രങ്ങൾ നിത്യവും ജപിക്കാം. ശ്രീരാമ മന്ത്രങ്ങൾ എല്ലാ രീതിയിലും സൗഖ്യവും സുരക്ഷിതത്വവും സമ്മാനിക്കുന്ന മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ ജപിക്കാൻ ഏറ്റവും നല്ല സമയമാണ് കർക്കിടക മാസം. ഇക്കാലത്ത് തുടങ്ങുന്ന ശ്രീരാമ ഹനുമത് ഉപാസനകൾക്ക് വേഗം ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. ഹൈന്ദവ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളാണ് ശിവനും വിഷ്ണുവും. ദേവീദേവന്മാരെ ആരാധിക്കാനുള്ള പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് മൂലമന്ത്രങ്ങൾ. പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ശ്രീ പരമേശ്വരൻ്റെ മൂലമന്ത്രവും അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രവുമാണ്. ഈ രണ്ട് മന്ത്രത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്ഷരമുണ്ട്. അതിന് ബീജാക്ഷരം എന്നാണ് പറയുക. നമശിവായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ മ മാറ്റിയാൽ നശിവായ എന്നാകും. നാശമാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഓം നമോ നാരായണായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ രാ എടുത്തു മാറ്റിയാൽ ഓം നമോ നായണായ എന്നാകും. അതിനർത്ഥം തനിക്ക് മുന്നിൽ ഒരു വഴിയുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബീജാക്ഷര മന്ത്രങ്ങൾ, ഈ രണ്ട് ബീജാക്ഷരം ചേർന്നാണ് രാമനാമം ഉണ്ടായിരിക്കുന്നത്. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രായും ഓം നമശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും സംയോജിപ്പിച്ചുകൊണ്ടാണ് രാമ എന്ന പേര് ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രന് വസിഷ്ഠ മഹർഷി നൽകിയത്. വൈഷ്ണവ ശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം. ഈ രാമനാമം നിറഞ്ഞു നിൽക്കുന്ന മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. സർവ്വ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായി രാമഗായത്രി മന്ത്രം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിനും സർവ്വ ഐശ്വര്യം വന്നു ചേരുന്നതിനും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും രാമഗായത്രി മന്ത്രം ജപിക്കാം. മന്ത്രം ഇതാണ്: ഓം ദശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. അടുത്തത് രാമ താരക മന്ത്രമാണ്. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഏത് കാര്യത്തിലും വിജയമുണ്ടാകുന്നതിന് രാമതാരക മന്ത്രം നിത്യവും ജപിക്കാം. സർവകാര്യ വിജയമാണ് ഫലം. ഭയവും ഉത്കണ്ഠയും എല്ലാം അകറ്റി സർവകാര്യ വിജയം ഏതൊരു കാര്യത്തിനും ഉണ്ടാകാൻ രാമതാരക മന്ത്രം ജപിക്കാം. അടുത്തത് രാമൻ്റെ മൂലമന്ത്രമാണ്. ഓം രാം രാമായ നമ എന്നാണ് രാമൻ്റെ മൂലമന്ത്രം. ഈ മൂലമന്ത്രം നിത്യേന രാവിലെയും സന്ധ്യയ്ക്കും 108 തവണ വീതം 2 നേരവും ജപിക്കുന്നത് പാപദുരിതങ്ങൾ ഇല്ലാതാക്കും. ഇനി മത്സ്യമാംസാദികൾ തിരിച്ച് വ്രതചര്യയോടുകൂടി 64 ദിവസം 2 നേരം 108 തവണ ജപിച്ചാൽ ഭാഗ്യം തെളിയുന്നതിനും ധനലബ്ധിക്കും കിട്ടുന്ന ധനം നിലനിൽക്കുന്നതിനും ഉത്തമമാണ്. 21 ദിവസം 2 നേരവും 108 തവണ ജപിക്കുക വഴി ദൃഷ്ടിദോഷങ്ങളെല്ലാം അകലുന്നതാണ്. ദൗർഭാഗ്യം നീങ്ങി ശാന്തിയും സർവ്വ ഐശ്വര്യവും വന്നു ചേരും. 64 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പീരീഡ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ സമയത്തൊന്നും ജപിക്കാൻ പാടുള്ളതല്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജപം പൂർത്തിയാക്കിയാൽ മതി. ഒരിക്കൽ പാർവതി ദേവി ശ്രീ പരമേശ്വരനോട് ചോദിച്ചു, ദീർഘമായ വിഷ്ണു സഹസ്രനാമം പണ്ഡിതനായിട്ടുള്ളവർക്കല്ലേ നിത്യവും ചൊല്ലുവാൻ കഴിയൂ? സാധാരണക്കാർക്ക് എന്നും ചൊല്ലുവാൻ ബുദ്ധിമുട്ടല്ലേ? വിഷ്ണു സഹസ്രനാമ ജപപുണ്യം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകുന്നത് എങ്ങനെയെന്ന്. അതിന് മറുപടിയായി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തതുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി. ഈ ശ്രീരാമ മന്ത്രം ഭക്തിയോടെ 3 തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമ ജപപുണ്യം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകുമെന്ന്. ഈ താരക മന്ത്രം, ഭഗവാന്റെ ഈ മന്ത്രം നിത്യവും ജപിക്കുക. 3 തവണ ജപിക്കുന്നത് വഴി വിഷ്ണു സഹസ്രനാമ ജപപുണ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ അത്രയേറെ പുണ്യമുള്ള രാമമന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.